إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നംൽ 66-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ. നിങ്ങൾ ആയത്തിനതിന് തുടർച്ചയാണ്. പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നോക്കൂ, നിങ്ങൾ മറഞ്ഞ കാര്യം പരലോകം മറഞ്ഞതാണ്. ആ കാര്യത്തിലാണല്ലോ വലിയൊരു തർക്കം മുശ്രിക്കീങ്ങൾ ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പറയുകയാണ് വലിദ്ദാറക ഇൽമുഹും. വലിദ്ദാറക എന്നാൽ പൂർത്തിയായിരിക്കുന്നു ഇൽമുഹും, അവരുടെ ഇൽമ് ഫിൽ ആഖിറത്തി, ആഖിറത്തിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ അറിവുണ്ടല്ലോ എന്നുള്ള ഒരു പരിഹാസ രൂപത്തിലുള്ള ഒരു മറുപടിയാണ് അല്ലാഹു നൽകുന്നത്. അവർക്ക് ആഖിറത്തെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ അവരുടെ അറിവ് ആഖിറത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായി എന്ന അർത്ഥത്തിലല്ല. അവർക്ക് ആഖിറത്തിന്റെ കാര്യത്തിൽ പരിപൂർണമായ അറിവുണ്ടല്ലേ എന്നുള്ള രൂപത്തിലുള്ള ഒരു ചുറ്റി രൂപത്തിലുള്ള ഒരു മറുപടിയാണ് അല്ലാഹു നൽകുന്നത്. ബൽ പക്ഷേ ഹും അവർ ഫീ ശക്കിൻ മിൻഹാ, അതിൽ അവർ സംശയാലുക്കളാണ്. ആഖിറത്തിന്റെ കാര്യത്തിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യത്തിൽ, വിചാരണയുടെ കാര്യത്തിൽ, സ്വർഗ്ഗനരകങ്ങളുടെയും ശിക്ഷയുടെയും രക്ഷയുടെയും കാര്യത്തിൽ അവർ കൃത്യമായ സംശയത്തിലാണ്. പക്ഷേ ഹും അവർ മിൻഹാ അമൂൻ, അതിനെപ്പറ്റി അവർ അന്ധരുമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കൃത്യമായി ചിന്ത കൊടുത്ത് ചിന്തിക്കാത്ത, ഉറ്റാലോചിക്കാത്ത, പഠിക്കാത്ത, അതിന് പഠനത്തിന് വിധേയമാക്കാത്ത, കാര്യങ്ങൾ അന്വേഷിക്കാത്ത അന്ധരാണ് അവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവർ വിശേഷിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ കാര്യങ്ങളിൽ നിന്നും വഴിമാറുന്നവരെ കുറിച്ച് കൃത്യമായി അല്ലാഹു ഉത്ബോധിപ്പിക്കുകയാണ്, മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യമാണ് മുൻകൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സകല മനുഷ്യർക്കും താക്കീത് നൽകുന്ന കാരുണ്യത്തിന്റെ വചനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.